ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ആദർശേട്ടൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്കൈ ഡൈവ് ചെയ്യുക എന്നുള്ളത്. അങ്ങ് ദുബായി പോയി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അദ്ദേഹം UK ചെയ്യാൻ വേണ്ടി പോവാണ്. നോട്ടിങ്ങാമിലെ ലാംഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ 11:30 അപ്പോയിൻമെൻ്റാണ് എടുത്തത്. ഇവിടെ എത്തി. ആദർശേട്ടന് ഉള്ളിൽ പോയേക്കുക എന്തോ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിന് മുന്നേ കുറച്ച് ട്രെയിനിങ് സെക്ഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതാണ് സ്കൈ ഡൈവ് ലാംഗർ. നോട്ടിങ്ങാമിലാണ് സ്ഥലം. ഇതാണ് എൻ്റെ വ്യൂ. ഒരു എയർഫീൽഡ്, ലാംഗർ എയർഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. ഇത് കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ആദർശേട്ടൻ അതിലുപരി വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. കാണാൻ ആൾക്കാരൊക്കെ റെഡിയായിട്ട് പോകുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് ട്രെയിനിങ് സെക്ഷൻ എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഈ പറയുന്ന സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടി പോകുള്ളൂ. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ നമ്പർ എടുത്തു, എമർജൻസി കോൺടാക്ട് നമ്പറൊക്കെ ടൈപ്പ് ചെയ്തിരിക്കുക. ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. സ്പെക്ടേറ്റേഴ്സ് ഓഫേഴ്സ്, ഇതിനൊക്കെ എക്സ്ട്രാ എമൗണ്ടാണ്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് പിന്നെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ പറയാൻ ശ്രമിക്കാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആദർശേട്ടൻ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇവിടെ തന്നെ കുറച്ചാൾക്കും ഇവരെയൊക്കെ എല്ലാവരോടും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഗൈഡും പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അത് 2-3 പാക്കേജുകളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. അതിനൊരു സെപ്പറേറ്റ് എമൗണ്ട് ആണ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല, നമുക്ക് നോക്കിയിട്ടൊക്കെ പറയാം. പക്ഷേ ഇറ്റ് വിൽ ബി എ ഗുഡ് തിങ്. ആദർശേട്ടൻ വന്നിരിക്കുകയാണ്. ആണോ? ശരി ശരി ശരി. അപ്പോൾ ഒരാൾക്കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എക്സൈറ്റഡ് ആണോ? വെരി എക്സൈറ്റഡ്. അപ്പോൾ അവിടെ നിങ്ങൾ തുണിയൊക്കെ എപ്പോഴാണ് തരുന്നത്? ഓക്കെ, അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. കിട്ടും. പിന്നെ എഡിറ്റിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മളുടെ എയർ സപ്ലൈസ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഉള്ളിൽ, എന്തൊക്കെ ഐറ്റം ഉണ്ടായിരിക്കും ചാടുന്നത്. വീണ്ടും ചോദിക്കും, എക്സൈറ്റഡ്? വെരി എക്സൈറ്റഡ്, നെർവസ്, നോ ഗോയിങ് ബാക്ക്. Just do it. ഇത് ചാറ്റ് നോക്കി പഠിച്ചല്ലേ. ഞങ്ങൾ റെഡിയായി. അവിടെ ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ആവശ്യമായിട്ടൊന്നും കുടിക്കുന്നില്ല. കപ്പ് ഓഫ് കോഫി. Right, should we go for your training? Yeah. Follow me. Yeah. Okay. I told you, should we go for your training? Right, I'm dropping out the gym. അവർ ട്രെയിനിങ്ങിന് പോവാണ്. 2 പേരാണ് ജമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവർ 2 പേര് ട്രെയിനിങ്ങിന് പോകുന്നു. അവർ ഫാമിലി ഞങ്ങളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തു. അങ്ങ് ദൂരെ കാണുന്ന അവിടെ ട്രെയിനിങ് എങ്ങനെ ചാടണം, ഇങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും പറയാം. ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല വെതറാണ്. കാരണം 1 മണിക്കല്ല, ആക്ച്വലി 10 മണിക്ക് ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്തായിരുന്നു. ഫസ്റ്റ് 10 മണിക്ക് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഡിലേ ആക്കി, 1 മണിയിലേക്കാക്കി. വെതറിനി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. കാരണം ഫസ്റ്റ് ബുക്ക് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് ഡേ, അതായത് 2 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ട് അവർ തന്നെ വിളിച്ചു പറഞ്ഞ് വെതർ വളരെ മോശമാണ്, അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, ഇന്ന് ചൊവ്വാഴ്ച, ട്യൂസ്ഡേയിലേക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ ആദ്യം 10 മണിക്ക് ബുക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ അത് 1 മണിയിലേക്കാക്കി. ഇനിയും എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 1 മണിയിലേക്കാക്കി. 1 മണിയാക്കി. കുറച്ച് മുന്നേ അവർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വെതറാണ്, ഇപ്പോൾ ഒരു 11 മണിക്ക് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 11 മണിയൊക്കെ ആയപ്പോഴത്തേന് 11:30 ആയപ്പോഴത്തേന് നമ്മളിവിടെ എത്തി.
ഒരു ബാച്ച് പോകുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കാണിച്ചില്ലായിരുന്നു. അവർ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഒരു ഗ്രൂപ്പായിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നവരാട്ടോ. അവരുടെ ഒപ്പമല്ല ഇവർ പോകുന്നത്, ഇവർ സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 minutes കഴിഞ്ഞ് സ്റ്റിൽ അവിടെ ബ്രീഫിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് കണ്ട ബാച്ചില്ലേ, ആ ഫസ്റ്റ് കണ്ടിട്ടുള്ള ബാച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. അവരെവിടെ ചാടുന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല ആക്ച്വലി. എന്താണ് സംഭവം, ഫസ്റ്റ് ടൈം ആണല്ലോ, അതുകൊണ്ട് യോളായി. ഇതുവരെ കഴിഞ്ഞില്ല, ഏകദേശം അരമണിക്കൂറിന് മുകളിലായി. ഇന്ന് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ പോയിട്ടുള്ളത് തിരിച്ചു വരണം. എക്യുപ്മെൻറ്റ്സൊക്കെ ബെൽറ്റൊക്കെ ഇടുകയാണ്. ആശനോട് തൂക്കിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഈസ് ഗെറ്റിംഗ് റെഡി. ആശനോടൊക്കെ എന്തൊക്കെ തമാശ പൊട്ടിക്കുന്നുണ്ട്, കുറുമ്പനാണ്. ഓക്കേ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാകർഷണല്ല, അത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആശേട്ടാ, ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് പ്ലെയിനിൽ ഇരുന്ന് മറ്റേ അവിടുന്ന് ചാടുന്നതിന് മുമ്പ് ഇരിക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്, അതാണ് അവര് പറഞ്ഞിരുന്നത്. നമ്മളിങ്ങനെ കാലൊക്കെ ബാക്കിലോട്ട് വെച്ച് ഹെഡൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് ആക്കിയിട്ട് വേണം ഇരിക്കാൻ. പിന്നെ നമ്മുടെ ഒരു കാരണവശാലും നമ്മൾ അനാവശ്യമായിട്ട് ഒന്നിനും കയറി വലിക്കുകയും മുറുക്കുകയും ചെയ്യുന്നു. ഫീല് എന്റെ മോനെ ലാൻഡ് ചെയ്യുമ്പോഴും അത് കണക്ക് കാലൊക്കെ നമ്മളൊരിക്കലും കാല് നിരത്ത് കുത്തരുതെന്ന് പറഞ്ഞു. അവര് പ്രൊഫഷണൽസ് ട്രെയിനേഴ്സാ. ഇങ്ങെത്തി ചടയെന്ന് പറഞ്ഞു അത്ര ഉള്ളല്ലേ ഉള്ളു. സാധനം ഇതെന്ത്? ഇതുണ്ടല്ലോ, ഇതിനകത്ത് ഇത്രയും സാധനം ഉണ്ട്. ഇതിനകത്ത് ഇപ്പൊ നീ താഴേക്കല്ലേ, എനിക്ക് എന്നെ സ്പോട്ട് ചെയ്യണ്ടേ? ഓ ശരി, താഴെയുന്നുണ്ട്. അപ്പം എന്റെ പാരച്ച്ന്റെ നമ്പർ 3 ആണ്. സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ അത് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാം. അങ്ങനെ അവർ പോവുകയാണ് സുഹൃത്തുക്കളെ, ജമ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഫ്ലൈറ്റ് റെഡി ആവുന്നുണ്ട്, ആ ഫ്ലൈറ്റിലാണ് തോന്നുന്നു. Yes, they are going. അവിടെ എന്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. Hello, welcome to Skydive Langer. What are we doing today? Yeah, we're doing skydive. We're doing a skydive. Yeah. Awesome. And are we excited for that? Yeah, I'm really super excited. Yeah. Really super excited. Yeah. A little bit nervous, perhaps. Bit nervous. Bit nervous. Okay. Not okay. going back from here. Yeah. Okay, we'll see. Should we go find a plane? Yeah. Let's do it. Let's go skydive. ഇരിക്കുന്ന ആ വാനിൽ കയറ്റിയിട്ട് എനിക്കൊന്ന് അവരെ ആ വാനിൽ കയറ്റി റൺവേയിലോട്ട് കൊണ്ടുപോകും. ആ വാനിലാണെന്ന് തോന്നുന്നുണ്ട്. ഇവർ രണ്ടുപേരാണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. ക്യാമറ ഒക്കെ അറിയില്ല, ഹെൽമെറ്റ്, ക്യാമറ എല്ലാം. ഫ്ലൈറ്റ് പൊങ്ങുകയാണ്. ഫ്ലൈറ്റ് പോകുന്നു. ഇല്ല ഫ്ലൈറ്റ് എയർലായി.
it? I really like it. I really like the free form, man. Well done. ചേട്ടനെ കണ്ടു കിട്ടിയിരിക്കുകയാണ്. യെസ്, ഒരുപാട് ടൈം എടുത്തു. അടിപൊളി. അവർ ലാസ്റ്റ് ബാച്ചായിട്ട് അവരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓ മൈ ഗോഡ്, സ്പോട്ട് ചെയ്തു, അവസാനം സ്പോട്ട് ചെയ്തു, ലാസ്റ്റ് വൺ. Welcome back to Earth, buddy! Oh my god. Oh my god! It was awesome, wasn't it? Yeah. And would you go skydiving again? 100%. Nice stuff. Well done in skydive, my friends. Nice job. വീരപുരുഷൻ വരികയാണ് ഗൈസ്, വീരപുരുഷൻ. അങ്ങനെ ചിരിച്ചു കളിച്ചു വരുന്നു. ഈശ്വര മകനെ. ആ എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നോ? ഇവരെന്താ സംഭവം ഹൈറ്റ് അല്ല വീട്, ഹൈറ്റ് അല്ല വീട്. ഇവർ നമ്മളെ ഇങ്ങോട്ടും ഈ സാധനം ഇങ്ങോട്ടും നോക്കി കെട്ടി ഈ സാധനം മറ്റേ 14,000 അടി ചെല്ലുമ്പോഴത്തേക്ക് കണ്ണിൽ ഇത് സാധനം വരും, ഗ്ലാസ് അതൊക്കെ നമുക്ക് മുറി കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ, അതാണ് നമ്മളെ നെർവസ് ആക്കുന്നത്. അല്ല ഹൈറ്റ് ഒന്നും ഒരു വിഷയമല്ല, ഒന്നും അറിയത്തില്ല, ഷടയെന്ന് പറയാ. എന്തായാലും ഇടുക്കി സംഭവം ഉണ്ടല്ലോ, സംഭവം ഇവനാണ് എന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. സൂപ്പർ എക്സൈറ്റഡ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ മുഖം കണ്ടായിരുന്നു എന്റെ മുഖവും എന്റെ വർച്ചിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. ഇവിടെ നമുക്ക് വീഡിയോ എല്ലാവരും കാണിച്ചു തരും, നമുക്ക് ഇതിൽ സ്ക്രീനിൽ കാണാം. ഇപ്പോൾ തന്നെ ഈ പുള്ളിക്കാരിയാണ് ഇന്ന് കാണുന്നത്. ചേട്ടൻ പോയി കാണുന്നില്ലെന്ന്. ഓ മൈ ഗോഡ്. അങ്ങനത്തെ അങ്ങനെ നമ്മുടെ സ്കൈ ഡൈവ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇതിൻ്റെ കാപ്പി പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. ഇതിന് പുറകെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇട്ടുതരാം. ഓക്കെ.